students, welcome back to Bosco Campus Vision. This is the 6th lecture on Business Regulatory Framework. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In the last session we discussed about mercantile law and its importance or objectives. In today's session we are going to discuss sources of mercantile law or business law. In India, mercantile law is basically an adoption of the English mercantile law with some modifications and reservations which are necessitated by the peculiar conditions prevailing in India. മെർക്കൻറ്റൈൽ ലോ എന്താണെന്നും അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ സെഷനിൽ നമ്മൾ മെർക്കൻറ്റൈൽ ലോയുടെ സോഴ്സസ് എവിടെ നിന്നാണ് മെർക്കൻറ്റൈൽ ലോ ഉത്ഭവിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ മെർക്കൻറ്റൈൽ ലോയുടെ സോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായി ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോയിൽ തന്നെയാണ്. ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോയിൽ നിന്നും പലതും അഡോപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യയിലുള്ള മെർക്കൻറ്റൈൽ ലോ വന്നിരിക്കുന്നത്. ഇന്ത്യൻ മെർക്കൻറ്റൈൽ ലോയുടെ ബേസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ തന്നെയാണ്. എങ്കിലും വി ഹാവ് സം അതർ സോഴ്സസ് ഓഫ് മെർക്കൻറ്റൈൽ ലോ, ദാറ്റ് ഈസ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ, ജുഡീഷ്യൽ ഡിസിഷൻസ്, കസ്റ്റംസ് ആൻഡ് യൂസേജ്. Let us see in detail each sources of mercantile law. First source is the English mercantile law. English mercantile law constitutes the foundation on which the supreme structure of the Indian mercantile law has been built. Even now, the Indian judiciary generally take recourse to the English law where some principles are not expressly dealt with an act or where there is an ambiguity. ഇന്ത്യൻ മെർക്കൻറ്റൈൽ ലോയുടെ ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ തന്നെയാണ്. ഇപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷ് ലോയിൽ നിന്നും കടമെടുക്കാറുമുണ്ട്. ദെൻ സെക്കൻഡ് സോഴ്സ് ഈസ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ. When a bill is passed by the parliament and signed by the president, it becomes an act or statute. ഇനി സെക്കൻഡ് സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ ആണ്. അപ്പോൾ ഒരു നിയമം പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു ബില്ല് പാർലമെൻറ്റിൽ പാസ്സായി അതിൽ പ്രസിഡൻറ്റ് സൈൻ ചെയ്യണം. അപ്പോഴാണ് ഒരു ബില്ലെന്ന് പറയുന്ന ഒരു ആക്റ്റായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അതൊരു ലോ ആയിട്ട് മാറുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ആക്റ്റുകളും മെർക്കൻറ്റൈൽ ലോയിൽ വന്നിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ ലോസ് ആർ എംബഡഡ് in various acts passed by the central as well as the state legislature. The Indian Partnership Act 1932, the Sale of Goods Act 1930 are some of the statute law. Third source is judicial decisions. The past judicial decisions of English and Indian courts are also one of the sources of Indian mercantile law. Wherever the law is silent on a point, the judge has to decide the case according to the principles of equity, justice and good conscience. മെർക്കൻറ്റൈൽ ലോയുടെ അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത് ജുഡീഷ്യൽ ഡിസിഷൻസ് ആണ്. അതായത് ചില സന്ദർഭങ്ങളിൽ നിയമം സൈലൻ്റായിട്ട് വരുന്ന അവസ്ഥകളിൽ, ലോ സൈലൻ്റായിട്ട് വരുന്ന സമയങ്ങളിൽ ജഡ്ജിന് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അദ്ദേഹത്തിൻ്റെ കൺസേൺസും അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വിറ്റിയും തുല്യതയും എല്ലാം വെച്ചിട്ട്, ജസ്റ്റിസും നീതിയും എല്ലാം വെച്ചിട്ട് ജഡ്ജിന് ഒരു തീരുമാനമെടുക്കാനായിട്ട് പറ്റും. അതാണ് ജുഡീഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഇതും മെർക്കൻറ്റൈൽ ലോയ്ക്കൊരു സോഴ്സാണ്. നെക്സ്റ്റ് സോഴ്സാണ് കസ്റ്റംസ് ആൻഡ് യൂസേജ്. The customs and usage of trade are also one of the sources of mercantile law in India. അതായത് ട്രേഡിൽ ഉപയോഗിച്ചിരിക്കുന്ന കസ്റ്റംസ്, തൊഴിൽപരമായിട്ട് വരുന്ന അതിൽ വന്നിരിക്കുന്ന കസ്റ്റംസ് എല്ലാം തന്നെയും കുറേ കാര്യങ്ങളെല്ലാം തന്നെയും മെർക്കൻറ്റൈൽ ലോയിൽ വന്നുകൂടിയിട്ടുണ്ട്. These customs and usage governs the merchants of trade in their dealings with each other. അതിൽ തന്നെ വ്യവസായികൾ പരസ്പരം സാധനങ്ങൾ കൈമാറി എടുക്കുകയും ചെയ്യുമ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പല കസ്റ്റംസും
മെർക്കൻറ്റൈൽ ലോയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ സം ആക്ട്സ് പാസ്ഡ് ബൈ ദ ഇന്ത്യൻ ലെജിസ്ലേച്ചർ റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സച്ച് കസ്റ്റംസ് ആൻഡ് യൂസേജസ്. അപ്പം മെർച്ചൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പല കസ്റ്റംസ് യൂസേജ് ഉപയോഗിക്കുന്നതിനകത്ത് ഉള്ള നല്ല വശങ്ങൾ മനസ്സിലാക്കി അത് പാർലമെൻറ്റിൽ ഒരാക്റ്റായിട്ട് പാസ്സാക്കുന്നുണ്ട്. ഇത്രയുമാണ് മെർക്കൻറ്റൈൽ ലോ അല്ലെങ്കിൽ ബിസിനസ് ലോയുടെ സോഴ്സസ്. പ്രധാനമായിട്ട് 4 സോഴ്സസ് ആണുള്ളത്. ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോയുണ്ട്, ദെൻ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ, ദെൻ ജുഡീഷ്യൽ ഡിസിഷൻസ്, കസ്റ്റംസ് ആൻഡ് യൂസേജ്.